ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി വ്ളോഗൊക്കെ എടുത്തിട്ട് വ്ളോഗ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല കേട്ടോ. അയ്യോ, ചൂടെടുത്ത് ചാവുന്നു. അപ്പോൾ വേറെ കുറച്ച് പരിപാടിയിലെ തിരക്കിലൊക്കെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗൊക്കെ എടുക്കാത്തത്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെങ്ങനെ അറിയാൻ പറ്റും? അപ്പം ഞങ്ങൾ 3 പേരും 3 വഴിക്കായിട്ട് അല്ല 2 വഴിക്കായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ദിവസമായിട്ടും പോകുന്ന വഴിക്ക് ഞങ്ങളെ കൂടി വീടും. അങ്ങനെ ദിവസമായിട്ടും ഞങ്ങളെ വിട്ടിട്ട് പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഡാൻസ് പ്രാക്ടീസിന് വന്നതാണേ. കേശപ്പനെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അവനെയും കൂടി കൊണ്ടുപോകും. അപ്പോൾ ഒരു ഫ്രണ്ടിനെ നോക്കി നിൽക്കുക ഇവിടെ. അവളും കൂടി വന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. തിരുവാതിരയല്ല കേട്ടോ, ഇത് വേറൊരു ഗ്രൂപ്പ് ഡാൻസിൽ ജോയിൻ ചെയ്തു. എൻ്റെ ദൈവമേ, കുറേ നാളുകൾക്ക് ശേഷമൊക്കെ കളിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഇപ്പോൾ 2-3 ദിവസമായിട്ടൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ അതിന് പൊയ്ക്കൊണ്ടിരിക്കുക. എന്താവോ എന്തോ. അത് ഈ ശനിയാഴ്ചയാണ് പ്രോഗ്രാമൊക്കെ. കുറച്ച് ദിവസമേ ഉള്ളൂ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമും ഒക്കെ. സത്യം പറഞ്ഞാൽ പോയിട്ട് വന്നിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാര്യം ഞാൻ പോയ വഴിക്ക് എടുത്ത് നിർത്തിയതാണ്. പിന്നെ ഇതിൻ്റെ കാര്യം മറന്നുപോയി. ഉച്ചയ്ക്ക് 2:30 പിന്നെ കഴിഞ്ഞ് വന്നേ. പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ച് ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങി. ഇപ്പം രാത്രിയായി, സമയം 8:30 ആയിട്ടുണ്ട്. ഇന്ന് തിരുവാതിരയുടെ പ്രാക്ടീസിന് പോയില്ല. ഇപ്പോൾ രാത്രിയിലത്തേക്കുള്ള പുട്ട് ഞാൻ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. 2 ദിവസമായിട്ട് കേട്ടോ. ഈ പ്രാക്ടീസിൻ്റെ പുറകെ പോയപ്പോഴത്തേക്കിന് മറന്നുപോയി. അപ്പോൾ വൈകിട്ടത്തേക്ക് ഈ ഗോതമ്പ് പുട്ടും തക്കാളിക്കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. നിങ്ങൾക്ക് ഫോൺ ഇവിടെ കുത്തി ഇട്ടിരിക്കുക. എന്തായാലും ഇനിയുള്ള വീഡിയോസ് എടുക്കാം. ഗോതമ്പ് പുട്ടും തക്കാളിക്കറിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുക്കളയൊക്കെ ഫുള്ള് കുളമായി. എല്ലാം പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കുന്നു കേട്ടോ. അതെല്ലാം അടുക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് തിരുവാതിരയുടെ പ്രാക്ടീസിനും പോയില്ല. അപ്പം 8:30 സമയം. അപ്പം പോയിട്ട് വരുമ്പോഴത്തേനും കൂടി ലേറ്റാവും. പിന്നെ വന്നിട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അതുകൊണ്ടും കൂടി ഞാൻ ഇന്ന് പോകാത്തത്. അപ്പം എല്ലാ പാത്രങ്ങളും, സത്യം പറഞ്ഞാൽ പാത്രങ്ങൾ ഓരോന്നോരോന്ന് പറക്കി ഒതുക്കുമ്പോൾ പിന്നെയും കഴുകാൻ കൂടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാലിൻ്റെ കവറും ഇതൊക്കെ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. 2 ദിവസമായിട്ട് ഇതൊന്നും എടുത്ത് കളഞ്ഞില്ല. അങ്ങനെ പിന്നെ അതെല്ലാം എടുത്ത് കളഞ്ഞത് ഇവിടെ എല്ലാം ഒന്ന് തേച്ച് കഴുകി പാത്രങ്ങളൊക്കെ കഴുകി അതിൽ കമത്തി വെച്ചിരിക്കുന്ന. ഇനി അതെല്ലാം എടുത്ത് മാറ്റണം. ഇതുണ്ടോ, സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നതും കവറിലിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കേണ്ടതും ഒന്നും അടുക്കിയൊന്നും വെച്ചില്ലായിരുന്നു. അങ്ങനെ അതും ഓരോന്നോരോന്നൊക്കെ എടുത്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാൽമ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സാൽമ വന്നിട്ട് പോയി. അപ്പോൾ അമ്മ വന്നപ്പോൾ അതേ വാങ്ങിച്ച മാങ്ങയായിരുന്നു കേട്ടോ. മാങ്ങ കുറച്ച് ഉപ്പിലെല്ലാം അച്ചാറിട്ട് വെച്ചു. പിന്നെ ബാക്കിയുള്ള മാങ്ങയൊക്കെ കവറിൽ ഇരിക്കുന്നുള്ളായിരുന്നു. പിന്നെ ഞാൻ അതിനെല്ലാം ഒന്ന് എടുത്തൊക്കെ മാറ്റി. വിയർത്ത് കുളിച്ചപ്പോൾ മുഖം ഒന്ന് കഴുകിയത്. അടുക്കളയിൽ ഇന്നലത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പിന്നെ ഇപ്പോൾ എവിടെ ഇന്നാലും ഉള്ളൊരു ആക്ടിവിറ്റിയാണ് ഇത് കേട്ടോ, ഈ ഡാൻസ് പ്രാക്ടീസ് കേട്ടോ. സത്യം പറഞ്ഞാൽ തിരുവാതിരയ്ക്ക് എനിക്ക് ഇത്രയും ടെൻഷനൊന്നും ഇല്ലായിരുന്നേ. ഈ ഒരു ഗ്രൂപ്പ് ഡാൻസിന് ജോയിൻ ചെയ്ത് ഇത് ഇച്ചിരി നല്ലപോലെയൊക്കെ കളിക്കണം. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഈ കാര്യത്തിൽ. കുറേ നാൾക്കൊക്കെ ശേഷം കളിക്കുകയല്ലേ. അപ്പോൾ ഇപ്പോൾ എവിടെ ഇന്നാലും ഇതൊക്കെ തന്നെ കളിച്ച് നോക്കലൊക്കെയാണ് പരിപാടി. പിന്നെ സാധനം ഇന്നലെ അച്ചാറിട്ട് വെച്ചിരുന്നേ, അതെടുത്ത് വെച്ചില്ല. ഇന്നലെ തൊട്ടേ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് എടുത്ത് വെക്കുന്നത്. അങ്ങനെ കുപ്പിയിലിട്ട് വെച്ചിട്ട് അതിൽ തന്നെ കുറച്ച് ചോറും ഇട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് പോലെ ഈ അച്ചാറിട്ടതും അല്ലെങ്കിൽ എന്ത് വെച്ചാലും ചീനച്ചട്ടിലിട്ടൊരു തിന്നണ സ്വഭാവം എനിക്കുണ്ട്. എപ്പോഴും എൻ്റെ വീഡിയോ കാണാമല്ലോ. അങ്ങനെ അതിലിട്ടാണ് ഞാൻ ഇന്ന് രാത്രി ചോറ് കഴിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചങ്ങ് നിർത്താം. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.